അതെ ഗൈസ്, ഞാൻ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യ ദിനാശംസകൾ മലയാളികൾക്കും. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് കിടന്ന് പട്ടിപ്പണി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്റെ പള്ളിയും പരിസരവും കാണിക്കുന്നത്. അതെ, ഞങ്ങളുടെ പള്ളിയും പരിസരവും കാണിക്കുന്ന വ്ളോഗാണ് ഇന്ന്. എന്റെ അജിലിന്റെയും വേറൊരു തറവാടെന്ന് പറയും. ഞങ്ങൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ പള്ളിയുടെ വ്ളോഗ് എപ്പോഴും ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ടൈം കിട്ടാറില്ല. ഇപ്പൊ എക്സാം ഒക്കെ ആയതുകൊണ്ട് എല്ലാരും വരില്ല. ഭയങ്കര വൈബാണ് ഇവിടെ, പക്ഷെ ഇപ്പൊ ആരും ഇല്ല അല്ലേ? നമ്മളിപ്പം പ്രോഗ്രാമിൽ ഡാൻസ്, പാട്ട്, അതിന്റെ കാര്യങ്ങൾ, പിന്നെ പള്ളിയുടെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തലേന്നൊക്കെ വന്നേക്കും. പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട്. നമ്മളിവിടെ അജില് ഇവിടെ സെന്റ് ജോർജ് ആയിട്ട് അഭിനയിച്ച സമയം ക്ലിപ്പ് ഇങ്ങനെ പോട്ടെ. അതെ, അത് ഞാൻ പറ്റുമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് കിടന്ന് ഗൈസ് നല്ല രസം വരുന്നല്ലേ. AC ഫുൾ അതിന്റെ അകത്ത് കിടക്കും. നമ്മൾ മേളില് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ കിടക്കും ഗൈസ് എല്ലാവരും കൂടി. അപ്പം ഒരു തിരുനാള്, പിന്നെ ഓണം, ക്രിസ്മസ്, ഈ സമയമൊക്കെ നമ്മള് വീട്ടിൽ പോവില്ല, പള്ളിയിൽ ഇവിടെ തന്നെ കിടക്കും ഈ ബെഞ്ചിലൊക്കെ. അതെ, ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ. അപ്പൊ നീ വീട്ടിൽ പോയി നിന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കാൻ. അപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ, അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെയാണ്. ജോലിയോ 12 മണിക്കോ ജോലിയാണോ? ജോലി ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് ആനിമോൾ. ഇപ്പം ഗവൺമെന്റ് കോളേജ് കാര്യമായിട്ട് ഇപ്പോഴത്തെ മെയിൻ ഗുണ്ടി മെയിൻ ആണെന്നാണ് വിചാരം. ചേട്ടൻ നാളെ എന്ത് ഡ്രസ്സാണ് ഇടുന്നത്? സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യ ദിനാശംസകൾ അജില് വേറെ എല്ലാ മലയാളികൾക്കും. മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല, സാധാരണ ദിവസങ്ങൾ ഇംഗ്ലീഷ് പറ്റുന്നില്ല, മലയാളവും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഫുൾ ആക്ഷൻ ആയിരുന്നു. അതിന് നേരത്തെ പറഞ്ഞില്ല കേട്ടോ, എല്ലാ മലയാളികൾക്കും എനിക്കൊരു കാര്യം ഓർമ്മ. നീ വായിക്കാൻ കയറി കേട്ടോ, വായിക്കാൻ കയറിയിട്ട് ഇവന് പറ്റാത്ത സമയം വീഴുന്നു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വേർഡ്സ് കെട്ടിയുള്ളൂ. ഇവളുടെ ഒരു അഹങ്കാരം എന്ന് വെച്ചാൽ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതല്ല ഇവളാണ്. അപ്പൊ ഇവളെ എല്ലാരും കുറ്റം പറയുന്നതും കളിയാക്കുന്ന സാധനങ്ങളൊക്കെ ഇവള് കട്ട് ചെയ്ത് കളയും. മിക്ക വ്ളോഗിലും ഇവളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള പല പാറ്റുകളും ഇവള് കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്റെ ചാനലില് എന്നെ എങ്ങനെ അറിയപ്പെടുന്നെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മറ്റേ ബിഹൈൻഡ് ദ സീൻ ഞാനൊരു ചാനൽ തുടങ്ങും, ഗ്രീഷ്മയുടെ. എന്നിട്ട് ഇവളെ കളിയാക്കുന്ന മാത്രം ഞാൻ ഇടും. എങ്ങനെ മതി എടുക്കാം. വല്യപ്പയാണ്. വല്യപ്പ വേടന്റെ കട്ട ഫാനാണ്. ഇഷ്ടപ്പെട്ട പാട്ട് പറയോ വേടന്റെ? മന്ത്രം ഓതുമ്പോൾ ഇതൊരു കില്ലാടിയാണെന്ന് പറഞ്ഞില്ലേ, വാ കാണിച്ചു തരാം. ഇതാണ് നിവി. നിവിക്ക് ഇല്ലാത്ത കഴിവുകളൊന്നുമില്ല അല്ലേ? പാട്ട് പാടും, ഡാൻസ് കളിക്കും, അഭിനയിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് കളിക്കുന്ന ആളാണ് പള്ളി. ഒരു പറയായാലും ഫോക്കായാലും സ്പീഡുള്ള ഡാൻസ് വെസ്റ്റേൺ ആയാലും എല്ലാത്തിനും ഒരേ സ്റ്റെപ്പാണ്. ഒരേ സ്റ്റെപ്പാണ്, മനസ്സിലാവൂല. അവസാനം പാട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോ. ഇവ എപ്പോഴും ഡാൻസ് കളിച്ചിട്ട് പിന്നെ ഇറങ്ങൂല. അപ്പൊ ലാസ്റ്റ് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ പറയും പാട്ട് ഓഫ് ചെയ്ത് സൗണ്ട് കുറയ്ക്കാം. സത്യം ഇത് ഫുള്ള് ഒരു ഇപ്പൊ ഇവൻ 5 മിനിറ്റ് ഉള്ള ഒരു പാട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് ഇവ നിന്ന് കളിക്കും. ഹലോ ഹലോ അമ്മു ചേച്ചി നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മു ചേച്ചി നല്ല ആക്റ്റീവായിരുന്നു. അനിയൻ കുട്ടിച്ചേട്ടൻ നല്ല ആക്റ്റീവായിരുന്നു. പക്ഷെ അനിയൻ കുട്ടിച്ചേട്ടൻ നല്ലോണം വർക്കൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യൂലേ? അമ്മു ചേച്ചി വർക്ക് ചെയ്യും, പക്ഷെ അമ്മു ചേച്ചിയാണ് ഇത് പകുതിയും ചെയ്യുന്നത്. പക്ഷെ അനിയൻ കുട്ടിച്ചേട്ടൻ മൊത്തം. ഗൈസ്, അപ്പോൾ നാളെ പള്ളിയിൽ ഫുഡ് ഉണ്ട്. അതുകൊണ്ടാണ് നിവി അജില് വരുന്നത്. പ്രത്യേകിച്ച് അജില് നാളെ വരുന്നത് ഫുഡ് കഴിക്കാനാണ്. എൻ്റെ അടുത്ത് പറയും, ഞാനിങ്ങനെ പള്ളിയിൽ എപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അജിൽ എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ച് പറയും
കേൾപ്പിക്കാൻ മാത്രമേ നമ്മൾ അടുപ്പിക്കുള്ളൂ, കാരണം നാക്ക് ശരിയല്ല. കേടില്ലേ നേരത്തെ? അപ്പൊ നമുക്ക് ബാക്കി നാളെ കാണാം. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് വന്നിട്ട് കിടന്ന് പട്ടിപ്പണി ചെയ്യുന്ന പോലെ അഭിനയിക്കുന്നു. ഇവ വന്നില്ല ഗൈസ്. നിനക്ക് ഇത് ഒരു കൂട്ടർ നമ്മൾ ഈ പൂ എടുത്ത് അവർ തലക്കൂടെ അറിഞ്ഞു കൊടുക്കുക. അറിയാമോ? പാത്തെടുത്തറിയാം. അവിടെ ആൾക്കാരില്ല, എന്നിട്ട് പാത്തെടുത്തറിയിട്ട് ഇനി നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡ് കഴിക്കണം. അതാണ് ആ സമയമാകുമ്പോ കറക്റ്റ് എത്തുന്നത്. ഇവന്ന് വന്നില്ല നേരത്തെ. ആ വായിക്കാനുള്ള സാധനം ഞാനാണ് വെച്ചോണ്ടിരുന്നത്. അവസാനം ഇപ്പൊ ആർദ്രേച്ചി പറയല്ലേ നീ വായിക്കാനെന്ത്. ഫസ്റ്റത്തെ വായനയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ എന്റെ അടുത്തുള്ള എല്ലാ പിതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് ഞാൻ കുരുങ്ങി നിൽക്കും. 14-ാമൻ എന്നത് ലിയോ, 14-ാമൻ ഇത് കട്ട് ചെയ്താ ഞാൻ ഇൻട്രോ നന്നായിട്ട് ആരില്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാ. പ്രതിഭേട്ടനൊക്കെ പറഞ്ഞ് കൊള്ളായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് തന്ന ഡ്രസ്സാണ്. ഞങ്ങള് ഗ്രീഷ്മയ്ക്ക് വെച്ചെടുത്ത മാർത്ത ഡ്രസ്സാണ്. കൊള്ളാല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഒരു വെള്ളയാണ് എനിക്ക് മേടിച്ചത്. ഇവര് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഗ്രീഷ്മ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഗ്രീഷ്മ ആദ്യമേ താഴോട്ട് ഓടി ഫുഡ് എന്ന് കേട്ടപ്പോ. പള്ളി വരാത്ത മോളൂട്ടി. ഞാൻ പള്ളി വരാം. നീ ഇന്നലെ വന്നില്ലേ? കണ്ടില്ല. ഇവിടെ മടിച്ചാണ്. ഇവിടെ ഒന്നിനും വരില്ല ഇപ്പൊ പള്ളിയില്. ചുമ്മാ രണ്ട് ചുമ. ഇന്നലെ വരാത്തെന്ത്? ശരിക്കും വയ്യ. ശരിക്കും ഇവിടെ ഒരു പായസം വിളമ്പുന്നുണ്ടോ അത് വായിൽ പോകുന്നുണ്ടോ അറിയില്ല. രണ്ടെണ്ണം മതി. ഈ അജിന് ലാഗ് ഇവിടെ. ഒരു പൊറോട്ട അടിച്ചിട്ട് അതെനിക്ക് തിന്നാവുന്നത്. പായസം എനിക്കാണ്. ഈ പായസം അങ്ങനെ കയ്യില്ല. പാത്രത്തില് 1/2 ടാങ്ക് ചമ്മന്തി വീണിട്ടുണ്ട്. എന്നിട്ട് ഇവൻ ഗ്ലാസ്സിൽ കുറച്ച് കഴിച്ചു വന്നു. എന്താ വെച്ചാൽ ചമ്മന്തിയാണോ കഴിക്കുന്നത് ഇഡലിയുടെ കൂടെ? അല്ല, ഇഡലിയുടെ കൂടെയാണ് ചമ്മന്തി കഴിക്കേണ്ടത്. ചമ്മന്തിയുടെ കൂടെ അല്ല ഇഡലി കഴിക്കേണ്ടത്. മനസ്സിലായോ? ഇതിനിവിടെ പൊറോട്ട കൊടുത്താലും ചപ്പാത്തി കൊടുത്താലും ഇവന് വാങ്ങേണ്ട എക്സ്ട്രാ ഞാൻ വാങ്ങണം. കുറ്റം പറഞ്ഞ 2 കിഴങ്ങുകളും മാനോ ഇല്ലാതെ എന്റെ ചമ്മന്തി എടുക്കുക. മാനോ ഇല്ലാതെ എന്റെ ചമ്മന്തി എടുക്കുകയാണ്. ഗൈസ്, ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് ആന്റി റാലിക്ക് പോവാണല്ലേ? ഇങ്ങനെയാണോ പോകുന്ന റാലിക്ക്? ഇത്രയുള്ള വ്ളോഗ്. ഇന്ന് ചെറിയൊരു വ്ളോഗായിരുന്നു. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ എടുത്തതാണ്. ഇന്ന് അധികം അങ്ങനെ ആരും വന്നിട്ടില്ല പള്ളിയിൽ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ ഇന്ന് ഹോളിഡേ അല്ലേ, എല്ലാവരും കിടന്ന് ഉറങ്ങണായിരിക്കും. ആരും വന്നില്ല. എപ്പോഴും പള്ളിയിൽ വരുന്ന ഒരു കുറച്ചൊരു മാത്രമേ. നമുക്ക് തിരുനാളിന്റെ പ്രാക്ടീസ് ഒക്കെ ഓണത്തിന്റെ പ്രാക്ടീസ് ഉണ്ട്. ഓണത്തിന്റെ പ്രാക്ടീസ് വരുന്നുണ്ട്. ഓണ സെലിബ്രേഷൻ വരുന്നുണ്ട്. അത് ഇവിടെ ക്രിസ്മസ്. അവിടെയൊക്കെ ആ സമയത്തൊക്കെ ഈ പള്ളിയിൽ കണ്ടിട്ടില്ലാത്തവർ പോലും വരാറുണ്ട്. അന്നൊക്കെ കുറെ കൂടി ഫണ്ണായിരിക്കും. അതെ. അപ്പൊ അപ്പോഴത്തെ ഒരു വ്ളോഗ് കൂടെ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹലോ ഗേൾസ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ദിനാശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നെത്ര 78 അല്ലേ? 79 എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സംഘം